ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചിയും രേവതിയും അവിടെ നിന്ന് പോയതിന്റെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും ശ്രുതി. ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ലല്ലോ, പോവേണ്ടവർക്ക് പോയി കഴിഞ്ഞല്ലോ, ഇനി ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോകാമെന്നൊരു ആശ്വാസത്തിലാണ് അവൾ. ആരും ഒരു പ്രശ്നം ഉണ്ടാവാനും പോകുന്നില്ല. അതൊക്കെ ഓർത്ത് നേരെ നമ്മുടെ ബീരാൻ്റെ അടുത്തേക്ക് ചെല്ലുമായിരിക്കും ശ്രുതി. എന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ ബീരാനോട് പറയുന്നുണ്ട്, ദേ ബീരാനെ, ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല. സച്ചിയും രേവതിയും എല്ലാവരും ഇവിടെ നിന്നും പോയി. എല്ലാവരും ഞാൻ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ബീരാനാകെ ഒരു സമാധാനമായി. അപ്പോൾ എനിക്കിനി സന്തോഷമായിട്ട് എൻ്റെ അനന്തരൻ്റെ അടുത്തേക്ക് പോവാമല്ലോ എന്ന് ബീരാൻ ചോദിച്ചു. അതെന്താ ഇപ്പം തന്നെ ഇവിടെ നിന്നും ഇറങ്ങിക്കോ എന്ന് ശ്രുതിയും പറഞ്ഞു. അവിടെ നിന്നും ഓഡിറ്റോറിയത്തിലേക്ക് ചെന്ന് എല്ലാവരും ഒപ്പം ഫോട്ടോ ഒക്കെ എടുക്കാനും എന്ത് വേണമെങ്കിലും ചെയ്യാലോ ശ്രുതി ധൈര്യം കൊടുത്തു. ഇനിയിപ്പോൾ ആരും കാണുമെന്നുള്ള ആ ഒരു പേടി വേണ്ടല്ലോ, അവൾ പറയുകയും ചെയ്തു. ബീരാൻ തൻ്റെ ഉള്ളിലെ പേടി മുഴുവൻ പുറത്തേക്കിടുകയാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയമായിട്ട് താൻ എത്രമാത്രം ടെൻഷൻ അടിച്ചു എന്ന് അവിടെ നിന്നത് എന്നൊക്കെ അറിയാമോ? എൻ്റെ വിഷമം എനിക്ക് മാത്രമേ അറിയാവുള്ളൂ എന്ന് ബീരാൻ പറഞ്ഞു. സ്വന്തം അനന്തവരൻ്റെ വിവാഹം നേരെ ചൊവ്വെന്ന് കാണാൻ പോലും അവന് പറ്റിയില്ല, അവരെന്ന് അനുഗ്രഹിക്കാനോ എനിക്ക് പറ്റിയില്ലല്ലോ എന്നൊക്കെ അയാൾ സങ്കടം പറയുമ്പോൾ അതൊക്കെ പോട്ടെ, ഇനി ഇങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് ശ്രുതി അയാളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ബീരാൻ പറയുന്നത്, എല്ലാത്തിനും കാരണം നീ ഒരൊറ്റ ഒരുത്തിയാണ്. എങ്ങാനും ആ സച്ചിയിലെ രേവതിയുടെയും അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരുടെയൊക്കെ മുന്നിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും എന്നെ ആൾമാറാട്ടത്തിന് അവർ പോലീസ് സ്റ്റേഷൻ വരെ കയറ്റിയെന്നെ ബീരാൻ പറഞ്ഞു. അതൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ശ്രുതി മറുപടി പറഞ്ഞു. എങ്ങാനും അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം എന്താവുമായിരുന്നു എന്ന് ആലോചിച്ചു നോക്കിക്കേ എന്ന് ശ്രുതി തിരിച്ചു ചോദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങളെക്കാൾ വലിയൊരു അവസ്ഥയിലല്ലേ ഞാൻ ഇത്രയും നേരം ഇവിടെ ഓരോ നിമിഷം പേടിച്ച് വിറച്ച് നിൽക്കുന്നത്. എങ്ങാനും എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ പോയി നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം എന്താവുമെന്നൊന്ന് ഓർത്തു നോക്കിയേ. ഞാനാകെ വിയർത്തുപോയി എന്നൊക്കെ ശ്രുതി തുറന്നു പറഞ്ഞു. ഏതായാലും ഇപ്പം സമാധാനമായി എന്ന് അവർ പറയുമ്പോൾ ശരി ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ബീരാനും സമ്മതിച്ചു. അങ്ങനെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ശ്രുതി നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ലല്ലോ എന്ന ചിന്തയിലാണ് അവളുടെ പോക്ക്. പക്ഷേ ഈ സമയത്ത് ഓഡിറ്റോറിയത്തിൽ സച്ചിയും രേവതിയും ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാനോ ഒക്കെ മാളുവിനെയും മറ്റും വലിയ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം സച്ചിയും രേവതി മുൻകൈ എടുത്തുകൊണ്ടാണ് മാളുവിൻ്റെയും ഫെബിൻ്റെയും ഈ ഒരു വിവാഹം ഗംഭീരമായി തന്നെ നടത്തിയത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ കല്യാണം നടക്കില്ലായിരുന്നു. സച്ചിയും രേവതിയും പോയി രണ്ട് വീട്ടുകാരോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ മാളു ഇവിടെ വീട്ടിലേക്ക് തന്നെ തിരികെ വരില്ലായിരുന്നു. എന്ന് മാത്രമല്ല ഈ വിവാഹം ഇത്രയും ഭംഗിയായിട്ട് നടക്കില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഫെബിനോട് മാളു പറയുന്നത്, നമുക്ക് സച്ചിയേട്ടനെയും രേവതിയേട്ടത്തെയും ഒന്ന് കാലത്തിട്ട് അനുഗ്രഹം വാങ്ങിക്കണമെന്ന്. അങ്ങനെ അവിടെ എല്ലാവരും നോക്കുമ്പോഴാണ് അവരെന്നും കാണുന്നില്ല എന്ന് മനസ്സിലാവുന്നത്. ആ സമയത്തിന് അശോകൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ മാളു അച്ഛനോട് കാര്യം പറഞ്ഞു. അച്ഛാ, എനിക്ക് സച്ചിയേട്ടനെയും രേവതിയുടെയും കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണം. അവരെ ഇങ്ങോട്ടേക്കൊന്ന് വിളിക്കാമോ എന്ന് മാളു ചോദിച്ചു. അവരോടൊപ്പം 1-2 ഫോട്ടോസും കൂടി എടുക്കാനുണ്ട് എന്നും അവൾ പറഞ്ഞു. അശോകൻ അതിനെന്താ, ഇപ്പം തന്നെ വിളിക്കാമല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടെ ഫോൺ എടുത്തു. അശോകിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണത്. കാരണം സ്വന്തം മകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടല്ലേ സച്ചി ഈ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത്. സച്ചിക്ക് അശോകൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജീവനാണ്. കുഞ്ഞുനാൾ മുതൽ അറിയാവുന്ന ആളല്ലേ. തൻ്റെ സ്വന്തം കുടുംബത്തിലെ ഒരു കല്യാണം പോലെ തന്നെയാണ് സച്ചി അവിടെ എല്ലാത്തിനും ഓടി നടന്നത്. അങ്ങനെ അവിടെ എല്ലാം നോക്കിയിട്ട് സച്ചിയെ കാണാതായപ്പോൾ ഇവനിത് എവിടെ പോയി എന്ന ചിന്തയോടുകൂടെ അശോകൻ സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചു. സച്ചി, നീ ഇത് എവിടെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നത്, അത് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. പോവാനോ? എടാ, അങ്ങനെ പോകാൻ പാടില്ല. രേവതി മോൾ എവിടെ? അവൾക്ക് ഫോൺ കൊടുക്കാൻ അശോകൻ പറഞ്ഞു. രേവതി ഫോൺ വാങ്ങിച്ചപ്പോൾ, മോളെ നിങ്ങളൊരു കാര്യം ചെയ്യ്, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് മണ്ഡപത്തിലേക്ക് വരാൻ നോക്ക്. എന്തിനാ അങ്കിളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവൾ പേടിയോട് ചോദിച്ചപ്പോൾ, അതല്ല, മാളുവിന് നിങ്ങളെ കാണണമെന്ന് അശോകൻ പറഞ്ഞു. മാളുവിന് നിങ്ങളുടെ രണ്ടുപേരുടെയും കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വാ എന്ന് അശോകൻ നിർബന്ധിച്ചു. ഞങ്ങളിനി അങ്ങോട്ടേക്ക് വരുന്നത് ശരിയാവുമോ എന്ന് രേവതി ചോദിച്ചപ്പോൾ, നിങ്ങൾ വന്നേ മതിയാവൂ, അല്ലെങ്കിൽ മാളുവിൻ്റെ സ്വഭാവം അറിയാലോ. അവൾ ഫെബിനുമൊത്ത് ഭയങ്കര പ്രതീക്ഷയോടെയാണ് കാത്തു നിൽക്കുന്നത്. അശോകൻ പറഞ്ഞു, നിങ്ങൾ വന്ന് അനുഗ്രഹിച്ചിട്ട് വേണം അവൾക്ക് വീട്ടിലേക്ക് പോകാനെന്നും പറഞ്ഞപ്പോൾ രേവതിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. അവൾ കോൾ കട്ട് ചെയ്ത് സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഒരു 5 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. എനിക്ക് 100 വട്ടം സമ്മതമാണ്. നീ എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതല്ലേ. അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു എന്ന് സച്ചിയും പറഞ്ഞു. ഇത്ര പേടിക്കാനെന്താ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ എന്ന് രേവതി പറഞ്ഞു. സച്ചിയേട്ടൻ ഇതിൻ്റെ ഒന്നും ഗൗരവം അറിയില്ല. എങ്ങാനും അവിടെ വെച്ച് സച്ചിയേട്ടൻ കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നാളെ അച്ഛനും അമ്മയും ഉൾപ്പെടെ എല്ലാവരും സച്ചിയേട്ടനെ മാത്രമേ കുറ്റപ്പെടുത്തുള്ളൂ എന്ന് അവൾ ഓർമ്മിപ്പിച്ചു. നമ്മളായിട്ട് എന്തിനാ വെറുതെ ഒരു പ്രശ്നത്തിന് വഴിവെക്കുന്നത് എന്ന് കരുതിയിട്ട് ഞാൻ പോരാമെന്ന് പറഞ്ഞാണ് രേവതി വ്യക്തമാക്കുന്നത്.
ഏതായാലും അശോകനങ്കിൾ വിളിച്ചതല്ലേ, നമുക്ക് ചെല്ലാമെന്ന് സച്ചിയും സമ്മതിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വീണ്ടും തിരികെ മണ്ഡപത്തിലേക്ക് പോവാണ്. ഈ സമയത്താണ് ഭയങ്കര സന്തോഷത്തോടു കൂടി ശ്രുതി വീട്ടിലേക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് അവൾ മീരയെ വിളിച്ച് താൻ ബീരാനെ കണ്ട കാര്യവും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പറയുന്നുണ്ട്. അപ്പോഴേക്കും മീര പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ നിനക്ക് ലോട്ടറി അടിച്ചതുപോലെയാണല്ലോ. അവിടെ എങ്ങാനും വെച്ച് നിന്റെ വീട്ടുകാരെങ്ങാനും നിന്നെ കണ്ടിരുന്നുവെങ്കിൽ അതോടുകൂടെ എല്ലാം അങ്ങ് തീർന്നേനെ. നിന്റെ കള്ളത്തരങ്ങളൊക്കെ അങ്ങ് പുറത്തു വന്നേനെ. പിന്നെ നിനക്ക് അതൊന്നും ന്യായീകരിക്കാൻ പോലും പറ്റില്ല. ഏതായാലും നിനക്ക് വലിയൊരു ആശ്വാസമായില്ലേ എന്ന് മീര ചോദിച്ചു. ഞാനതിനെ സന്തോഷിക്കുന്നത് ഞാൻ അവിടെ മുള്ളിന്മേൽ നിൽക്കുന്നത് പോലെയാ, നിനക്കതറിയില്ലേ? ശ്രുതി പറഞ്ഞു. എങ്ങാനും പിടിക്കപ്പെട്ടുവെങ്കിൽ അതോടുകൂടെ എല്ലാം അങ്ങ് തീർന്നേനെ. പിന്നെ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പോലും പറ്റില്ലല്ലോ എന്നൊക്കെ ശ്രുതിയുടെ പേടി അവൾ സങ്കടം പങ്കുവെച്ചു. ഭാഗ്യം നിന്റെ കൂടെയുള്ളത് കൊണ്ടാ നിനക്കൊന്നും തന്നെ ഇപ്പോൾ സംഭവിക്കാതിരുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ആ സച്ചിയുടെ രേവതിയുടെ മുന്നിൽ വെച്ച് നീ അങ്ങ് പെട്ടുപോയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, മീര പറഞ്ഞു. ഈ സമയത്തിന് സച്ചി രേവതിയും തിരികെ ഓഡിറ്റോറിയത്തിലേക്ക് എത്താണ്. വരുന്ന വഴിക്ക് രേവതി സച്ചിയോട് ഒരു പ്രത്യേക കാര്യം പറഞ്ഞിരുന്നു. സച്ചിയേട്ട, ദയവ് ചെയ്ത് ഒരു വഴക്കിനും പ്രശ്നത്തിനും ഒന്നും പോയേക്കില്ലേ. നമ്മൾ അവരെ അനുഗ്രഹിക്കാനാണ് പോകുന്നത്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ തിരിച്ചു പോരണമെന്ന് സച്ചിയും സമ്മതിച്ചിട്ടാണ് അവിടെ എത്തുന്നത്. ഈ സമയത്തിന് ബീരാൻ സച്ചിയും രേവതിയും പോയല്ലോ എന്നുള്ള ഭയങ്കര സന്തോഷത്തിൽ ഫുഡൊക്കെ കഴിച്ച് നേരെ മണ്ഡപത്തിലേക്ക് വരികയാണ്. കാരണം അവരെ അനുഗ്രഹിക്കാനും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അയാൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ബീരാൻ വളരെ ഗമയിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ബന്ധുക്കൾ ബീരാനോട് സംസാരിച്ചു. എത്ര സമയമായി വന്നിട്ട്? ഇപ്പോഴാണല്ലോ ഒന്ന് കണ്ടത്. ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു ജയരാജ എന്നൊക്കെ പറഞ്ഞ് അവർ ചോദിക്കുന്ന സമയത്ത് തന്നെ അത് പിന്നെ എനിക്ക് അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, എല്ലാത്തിനും ഞാൻ തന്നെ ഓടി നടക്കണമല്ലോ എന്നൊക്കെ അയാൾ അങ്ങ് തട്ടിവിട്ടു. അടിയനിപ്പോൾ ഓടി നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വേണമല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അതുകൊണ്ടാണ് എല്ലാവരുടെയും ഒപ്പം നിൽക്കാൻ തന്നെ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞ് അയാളങ്ങനെ ഒന്നാന്തരം അഭിനയ കാഴ്ചവെക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ ബീരാൻ ഗമയിൽ മണ്ഡപത്തിലേക്ക് അങ്ങോട്ടേക്ക് വരികയാണ്. ഈ സമയത്തന്നെ സച്ചിയും രേവതിയും അശോകൻ്റെ അടുത്തേക്ക് വന്നു. അശോകൻ വളരെ സന്തോഷപ്പെട്ടുകൊണ്ട് തന്നെ അവരുടെ കൂട്ടിക്കൊണ്ട് ഫെബിൻ്റെയും മാളവികയുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അവർ സച്ചിയുടെയും രേവതിയുടെയും കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. സച്ചിക്കും രേവതിക്കും അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കൃത്യം ഈ സമയത്ത് നമ്മുടെ ബീരാൻ അങ്ങോട്ടേക്ക് വന്നു. സച്ചിയെ രേവതിയും ബീരാൻ കണ്ടില്ല. അയാൾ ഭയങ്കര സന്തോഷത്തോട് അവിടെ ഇങ്ങനെ മാറി നിന്ന് ഓരോരുത്തരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ സമയം രേവതി പെട്ടെന്ന് ആ ഒരു കാഴ്ച കണ്ടു. സച്ചിയേട്ടാ, ദാ അങ്ങോട്ട് നോക്ക്, അതാരാണെന്ന് നോക്ക്, അവൾ സച്ചിയോട് പറഞ്ഞു. സച്ചിയും ആ ഒരു കാഴ്ച കണ്ട നിമിഷം ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഇത് ശ്രുതിയുടെ ഇടയച്ചനല്ലേ എന്ന് സച്ചി അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, ഇയാൾക്ക് എന്താ ഇവിടെ കാര്യം, അതും ഈ ഒരു വേഷത്തിൽ? കാരണം ഇളയച്ചൻ എന്ന് പറഞ്ഞാൽ ഈ വേഷത്തിലായിരുന്നല്ലോ അവൾ കണ്ടിട്ടുള്ളത്. അതിപ്പോൾ എന്താ ഇങ്ങനെ ഒരു മാറ്റമെന്ന് അവൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കൃത്യസമയത്തിന് അശോകനങ്ങൾ ബീരാൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അയാളോട് ഭയങ്കരമായിട്ട് സംസാരിച്ചു. ഇത് കണ്ട് സച്ചിക്കും രേവതിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അവർ പതിയെ അശോകനങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അവരെ കണ്ട ഉടനെ തന്നെ അശോകനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെ പറഞ്ഞു, ആ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞ ഒരാളില്ലേ, അതിനുള്ള സമയം ഇപ്പോഴാണ് എത്തിയത്. എന്നിട്ട് ബീരാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അശോകൻ പറഞ്ഞു, ദേ ഇതാണ് ആരാണെന്ന് മനസ്സിലായോ? ഇതാണ് ജയരാജ്, ഫെബിൻ്റെ അമ്മാവനാണ്. ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവരിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ബീരാൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നല്ലോ അയാൾക്ക്. ഭൂമി പിളർന്നങ്ങ് താഴേക്ക് പോയിരുന്നുവെങ്കിൽ എന്ന് അയാൾ ശരിക്കും അങ്ങ് ആഗ്രഹിച്ചു പോയി. കാരണം അത്രയും സമയം ഭയങ്കര ബിൽഡപ്പൊക്കെ ഇട്ടിട്ട് ഇനി ആരും പിടിക്കില്ല എന്ന അഹങ്കാരത്തിൽ നടന്നതാണ്. പക്ഷേ ആ ഒരു നിമിഷം കൊണ്ട് എല്ലാം അങ്ങ് തകർന്നു വീണതുപോലെയായിരുന്നു. ഇനിയിപ്പോൾ അവിടെ നിൽക്കണോ അതോ ഇവിടെ നിന്നും ഓടിപ്പോകണോ എന്നറിയാതെ ആകെ പേടിച്ച് വിറച്ച് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ബീരാന്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പറ്റുവാണെങ്കിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരാം. ബൈ.